നമസ്കാരം. എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെയും ഒരു വലിയ സംശയമാണ് വാഹനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സാധനം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന് ഫ്രീ സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ആൾക്കാർ തരാറുണ്ട്. ഫ്രീ സർവീസ് സമയത്ത് നമ്മൾ സർവീസിന് വിളിക്കുകയോ സർവീസിന് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് ചാർജബിൾ ആകുന്നു എന്ന് പറയുന്നു. ഒരുപാട് കൺസ്യൂമർ കോർട്ട് കേസുകൾ നമ്മൾ നിരന്തരം പല ചാനലുകളിലും പലതിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. പ്രത്യേകിച്ച് മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട പുതിയൊരു കാർ മേടിച്ചാൽ നമ്മൾക്ക് അതിനകത്ത് ഫ്രീ സർവീസ് 3 ഫ്രീ സർവീസ് അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഓരോ വാഹന നിർമ്മാതാക്കളും തരുന്ന ഫ്രീ സർവീസ് ഉണ്ടാവും. എന്താണ് ഫ്രീ സർവീസ്? ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഫ്രീ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലേബർ എന്നുള്ള വേർഡിങ്സ് ആണ്. ലേബർ ഫ്രീ എന്ന് പറയുമ്പോൾ ആ ലേബർ ചാർജസ് അതുമായി ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഫ്രീ ആവുന്നു. അതിൽ കൺസ്യൂമബിൾസോ സാധനങ്ങൾ എന്തെങ്കിലും മാറ്റിയോ മെക്കാനിക്കൽ സൈഡിൽ എന്തെങ്കിലും പാർട്ടുകൾ മാറ്റിയോ ചെയ്യേണ്ട വന്നാൽ അതിന് ചാർജബിളാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു വാഹനം സർവീസിന് കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. സർവീസിന് കൊടുത്തിട്ട് എനിക്ക് ഏതൊരു എമൗണ്ട് ബില്ല് ചെയ്തിരുന്നു. ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇത്ര രൂപ മേടിക്കാവോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് പോയത്. അപ്പം എൻ്റെ ആ സുഹൃത്തിനും കൂടെ വേണ്ടിയിട്ടാണ്, സുഹൃത്തിനെ പോലെ പല സുഹൃത്തുക്കൾ കേരളത്തിൽ മുഴുവനുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് ലേബർ കോസ്റ്റ് മാത്രം ആണ് ഫ്രീ. കൺസ്യൂമബിൾസ് ചാർജബിൾ ആണ്. എല്ലാവരുടെയും അറിവിലേക്ക് സമർപ്പിക്കുന്നു. ഇനി സർവീസിന് കൊടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിന് നമ്മൾ ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കുമ്പോഴോ ഈ സർവീസിന് പറയുന്ന ലിമിറ്റഡ് കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഹാൻഡ് ബുക്കിനകത്തുണ്ടാവും. മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വാഹനങ്ങളുടെ സർവീസ് ബുക്ക് ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെയാണ് ഈ ഫ്രീ സർവീസിൽ റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെ സർവീസ് ചെയ്യേണ്ടത് എന്നുണ്ടാവും. ഇതൊന്നും കൂടാതെ കസ്റ്റമറുടെ കൺസെൻറ്റ് ഇല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പെർമിഷനിൽ നിങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും മാറ്റുകയോ സർവീസ് ചെയ്യുകയോ ചെയ്തിട്ട് അതിന് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പം നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു സാധനവും മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മോട്ടോർ വാഹന നമ്മൾ ഏതെങ്കിലും ഡീലർഷിപ്പുകളിൽ പോയി കഴിഞ്ഞാൽ സർവീസിൻ്റെ സമയത്ത് അവർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന സർവീസ് ഇതാണ്, ഇന്ന സർവീസിന് എന്തൊക്കെയാണ് മാറ്റേണ്ടത്, അതിനകത്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നിങ്ങളുടെ അറിവ് കൺസെൻറ്റോട് കൂടിയിട്ടാണ് അവർ മാറ്റാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് മോട്ടോർ വാഹന സർവീസ് സെൻ്ററുകളുടെ ഡീലർഷിപ്പുകളിൽ മാറ്റുന്നുണ്ടാവുക. അതല്ലാത്ത നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റിൽ നമ്മൾ സാധനം കൊടുത്തിട്ട് മാറുവാണെങ്കിൽ മാറ്റുന്നത് എന്താണെന്നുള്ള അറിയാനുള്ള അവകാശം കസ്റ്റമർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടി വേണം ഏതൊരു സാധനവും മാറ്റുവാനുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിനെ പറ്റിയുള്ള കൃത്യമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ചാനലിലെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന അറിവുകൾക്ക് തരുവാൻ വേണ്ടി പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരും. നന്ദി, നമസ്കാരം.